റിപ്പോർട്ടർ ചാനലിൽ നിന്ന് സുജയ പാർവതി പടിയിറങ്ങി ബിഗ് ടിവിയിലേക്ക് ചേക്കേറുന്നു എന്ന വാർത്ത എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സുജയയുടെ രാഷ്ട്രീയമല്ല, മറിച്ച് CPM അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന ചാനലുകളിൽ നിന്ന് പ്രമുഖരായ മാധ്യമപ്രവർത്തകർ കൂട്ടത്തോടെ വിട്ടുപോരുന്നത് എന്തിനാണ് എന്നതിനെയാണ്. ഇടതു ഭരണകൂടത്തിന്റെ തണലിൽ സത്യം മറച്ചുവെക്കുന്ന മാധ്യമ ശൈലിക്ക് കേരളത്തിൽ ഇനി ആയുസില്ല എന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബിഗ് ടിവി കരുത്തുറ്റ ചുവടുവെപ്പുകൾ നടത്തുമ്പോൾ CPM കേന്ദ്രങ്ങളിൽ വലിയ ഭീതിയാണ് പടരുന്നത്. റിപ്പോർട്ടർ TV ഇന്ന് നേരിടുന്നത് വലിയൊരു പ്രതിസന്ധിയിലാണ്. നികേഷ് കുമാർ പടുത്തുയർത്തിയ ആ ചാനൽ ഇന്ന് ആന്റോ അഗസ്റ്റിൻ എന്ന വിവാദ നായകന്റെ കയ്യിലാണ്. മരമുറി കേസും മാംഗോ ഫോൺ തട്ടിപ്പും പോലെ നിരവധി കേസുകളിൽ പ്രതിയായ ഒരാൾ നയിക്കുന്ന ചാനലിൽ നിന്ന് എന്ത് മാധ്യമധർമ്മമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? CPM സർക്കാരിനെ പ്രീണിപ്പിച്ച് സ്വന്തം കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു മാനേജ്മെന്റിന് കീഴിൽ ജോലി ചെയ്യാൻ അഭിമാനമുള്ള ഒരു മാധ്യമപ്രവർത്തകനും കഴിയില്ല. ആന്റോ അഗസ്റ്റിൻ ബാംഗ്ലൂർ കോടതിയിൽ പോയി വാർത്തകൾക്ക് വിലക്ക് വാങ്ങാൻ ശ്രമിച്ചതും തട്ടിപ്പ് വാർത്തകൾ മുക്കാൻ നോക്കിയതും നമ്മൾ കണ്ടതാണ്. ഇത്തരം ഇരട്ടത്താപ്പുകൾ സഹിക്കവയ്യാതെയാണ് പലരും അവിടെ നിന്ന് പുറത്തു വരുന്നത്. സുജയ പാർവതിയുടെ രാഷ്ട്രീയത്തോട് കോൺഗ്രസിന് വിയോജിപ്പുകൾ ഉണ്ടാകാം, പക്ഷേ CPM അടിമത്തം സ്വീകരിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്കിടയിൽ അവർ കാട്ടിയ ആർജവം ശ്രദ്ധേയമാണ്. റിപ്പോർട്ടർ TVയിലെ ഇടതുപക്ഷ പക്ഷപാതത്തിനെതിരെ അവർ പലപ്പോഴും ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഉണ്ണി ബാലകൃഷ്ണനെ പോലുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ നേരത്തെ തന്നെ ആ പടിയിറങ്ങിയത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സുജയയും പോകുന്നു. ഇതിനർത്ഥം CPMന്റെ നാവായി പ്രവർത്തിക്കുന്ന ചാനലുകൾക്ക് ഇനി ജനമധ്യത്തിൽ സ്ഥാനമില്ല എന്നാണ്. ബിഗ് ടിവി പോലുള്ള ചാനലുകൾ കോൺഗ്രസ് ആശയങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ അത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. ബിഗ് ടിവി വെറും ഒരു വാർത്താ ചാനലല്ല, അത് പിണറായി സർക്കാരിന്റെ അഴിമതികൾക്കെതിരെയുള്ള കോൺഗ്രസിന്റെ വജ്രായുധമാണ്. അനിൽ അയരൂരിനെ പോലുള്ള അനുഭവ സമ്പത്തുള്ളവർ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് അഭിമാനത്തോടെ പറയാൻ ഒരു മാധ്യമം ഉണ്ടാവുകയാണ്. റിപ്പോർട്ടർ TVയിലെ ആന്റോ അഗസ്റ്റിനും അരുൺ കുമാറും സ്മൃതിയും ഒക്കെ നിഷ്പക്ഷത അഭിനയിച്ച് സർക്കാരിന് വേണ്ടി കുഴലൂത്തു നടത്തുകയാണ് ചെയ്യുന്നത്. വരികൾക്കിടയിലൂടെ വിഷം കലർത്തുന്ന ഇവരുടെ രീതിയെ സുനിത ദേവദാസ് പോലും വിമർശിക്കുന്നുണ്ട്. PV അൻവർ പാർട്ടി വിട്ടപ്പോൾ റോക്കറ്റ് വിട്ടതുപോലെ വാർത്തകൾ കത്തിച്ച റിപ്പോർട്ടർ TVക്ക് പിന്നീട് നാണം കെട്ട് പിന്മാറേണ്ടി വന്നു. ജനപക്ഷത്ത് നിന്ന് കോൺഗ്രസിന്റെ വികസന കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ച് സത്യസന്ധമായ വാർത്തകളുമായി ബിഗ് ടിവി മുന്നേറും. ഈ മാറ്റം CPMന്റെ ഉറക്കം കെടുത്തുന്നു എന്നതിന് തെളിവാണ് അവർ ഇപ്പോൾ നടത്തുന്ന സൈബർ ആക്രമണങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിലെ മാധ്യമരംഗം ശുദ്ധീകരിക്കപ്പെടുകയാണ്. തട്ടിപ്പുകാരും അഴിമതിക്കാരും നയിക്കുന്ന ചാനലുകളെ ജനങ്ങൾ തള്ളിക്കളയുന്ന കാലം അതിദൂരമല്ല. ബിഗ് ടിവിയിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് കൃത്യമായ രാഷ്ട്രീയമാണ്. അത് അഴിമതിരഹിതമായ ജനകീയമായ ഒരു കേരളമാണ്. സുജയ പാർവതിയെ പോലുള്ളവർ ബിഗ് ടിവിയിലേക്ക് എത്തുമ്പോൾ അത് കോൺഗ്രസ് ചാനലിന്റെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്.